السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികൾ, വിലക്കുകൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ് റഹ്മാനായ നാഥൻ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വിശ്വാസികളാണ്. വിശ്വാസം ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിതത്തിൻ്റെ ഉടനീളം കൊണ്ടു നടക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ എന്ന് വിളിച്ചു നടത്തുന്ന എല്ലാ ഉപദേശങ്ങളും നമുക്ക് ബാധകമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ശ്രോതാക്കൾ നമ്മളാണ്. പലയിടങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച മനുഷ്യരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പല ആവർത്തി വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. തഖ്വ കൈവരിച്ച് ജീവിക്കുക എന്നുള്ളത്. തഖ്വ കൈവരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കണ്ട. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, രഹസ്യങ്ങളിലും പരസ്യങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അവൻ്റെ വിധികൾ, അവൻ്റെ വിലക്കുകൾ, അവൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് തൻ്റെ ഇച്ഛകൾക്കോ തൻ്റെ അഭിപ്രായങ്ങൾക്കോ യാതൊരുവിധ സ്വാതന്ത്ര്യവും കൊടുക്കാതെ പൂർണ്ണമായും അള്ളാഹുവിനെ അംഗീകരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ തഖ്വ എന്ന് വിളിക്കുക. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന 3 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം ഇത്തഖില്ലാ ഹൈസുമാ കുന്ത്, നീ എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന. നീ എത്ര വലിയ രഹസ്യമുറികളിലായിരുന്നാലും, നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നാലും, നീ ആൾക്കൂട്ടത്തിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും, നിന്റെ കൂടെ ആൾബലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിന്റെ പടച്ച, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ, അവൻ്റെ വിധികളെ നീ എപ്പോഴും പാലിക്കണേ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും
ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രം പാലിക്കേണ്ട ഒന്നല്ല. അയ്യുന്നാസി അക്റമു യാ റസൂലല്ലാഹ്, നബിയെ ജനങ്ങളിൽ ഏറ്റവും വലിയ മാന്യനാരാണ് നബിയെ എന്ന് സ്വഹാബി ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും വലിയ പണക്കാരാണ് എന്നല്ല പ്രവാചകന്റെ മറുപടി. അതല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന ആളുകളാണ്, ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കരസ്ഥമാക്കിയ മനുഷ്യർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എങ്കിൽ അവരായിരിക്കും എന്നൊന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഒരു നിറത്തിന്റെയോ കുടുംബത്തിന്റെയോ ദേശത്തിന്റെയോ ഒന്നും പരിഗണന വെച്ചുകൊണ്ടല്ല അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഏറ്റവും വലിയ മാന്യനായി മാറുന്നത്. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്ഖാഹും, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യരായിരിക്കും ജനങ്ങളിൽ ഏറ്റവും വലിയ മാന്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് കിട്ടുന്ന ഒരു നിർഭയത്വവും ഒരു സമാധാനവും വേറെ തന്നെയാണ്. അത് മറ്റൊരു സന്ദർഭത്തിലും നമുക്ക് കിട്ടൂല. നമ്മളെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക്, അവന്റെ വിധികൾക്ക്, അവന്റെ വിലക്കുകൾക്ക് പ്രാമുഖ്യം കൊടുത്ത് അതിനെ പാലിച്ചും സൂക്ഷിച്ചും ഒരാൾ ജീവിക്കുമ്പോൾ അയാൾ അള്ളാഹു എവിടെയും കുഴക്കൂല, അള്ളാഹു എവിടെയും അയാളെ പ്രയാസപ്പെടുത്തൂല. അയാൾ ബുദ്ധിമുട്ടി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അയാൾക്ക് നിൽക്കേണ്ടി വരൂല. ആരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, അയാൾക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന എല്ലാത്തിനേക്കാളും വലുത് എന്റെ റബ്ബാണ് എന്ന് വിചാരിക്കുന്ന എല്ലാത്തിനേക്കാളും വലുത് എന്റെ റബ്ബിന്റെ നിയമങ്ങളാണ്, അവന്റെ ആഗ്രഹങ്ങളാണ്, അവന്റെ തൃപ്തിയാണ്, എനിക്ക് ഖുർആനും അവന്റെ നിയമങ്ങളുമാണ് വലുത് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനും എവിടെയും കുടുങ്ങി നിൽക്കൂല, അയാളെ പ്രയാസപ്പെടുത്തൂല. വഴി കാണാതെ അയാൾ എവിടെയും അയാളെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അയാൾക്ക് സ്തംഭിച്ച് നിൽക്കേണ്ടി വരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യരെ സഹായിക്കും. കാരണം അള്ളാഹുലേക്ക് അടുക്കുന്ന മനുഷ്യരിലേക്ക് അള്ളാഹു ഇങ്ങോട്ട് അതിവേഗത്തിൽ അടുക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൊണ്ട് നമുക്കൊരു പ്രയാസവും ഉണ്ടാകൂല. അങ്ങനെയൊക്കെയാണ് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. മതമനുസരിച്ച് ജീവിക്കുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് പിന്നോട്ട് പോകേണ്ടി വരും, പലയിടങ്ങളിലും നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെ ഉണ്ടാകൂല. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ഭൂമിയിൽ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി യാതൊരുവിധ പേടിയുമില്ലാതെ അയാൾക്ക് ജീവിക്കാൻ കഴിയും. അയാൾക്ക് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന് വിശ്വാസികൾ തീർച്ചയായും മനസ്സിലാക്കണം. ഈ ആയത്തിന്റെ തൊട്ടുശേഷം ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻക്ക് അള്ളാഹു തുറവി കാണിച്ചു കൊടുക്കും, അവൻക്ക് അള്ളാഹു വഴികൾ കാണിച്ചു കൊടുക്കും എന്നതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ, ആ മനുഷ്യൻ വിചാരിക്കാത്ത രൂപത്തിൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം കൊടുക്കുന്ന, അവന്റെ ഉപജീവനം അല്ലാഹു ഏറ്റെടുക്കുന്ന, അവൻക്ക് അവൻ ഉദ്ദേശിക്കാത്ത വിധത്തിലും രൂപത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് വേണ്ട ഉപജീവനം ഈ ഭൂമിയിൽ നിന്ന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കച്ചവടങ്ങളിലോ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലോ ക്രിയവിക്രയങ്ങളിലോ അല്ലെങ്കിൽ മറ്റു രംഗങ്ങളിലൊന്നും അല്ലാഹുവിനെ സൂക്ഷിച്ചതുകൊണ്ട് ഒരു മനുഷ്യനും പിന്നോട്ട് പോകേണ്ടി വരൂല. ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുത്തൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തഖ്വ, സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ നിയമങ്ങളെ ജീവിതത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രാമുഖ്യം കൊടുത്തത് പാലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്താണ് തഖ്വ എന്ന് വിശദീകരിക്കുക. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആവർത്തി കേട്ടുപോയ ഒരു വാചകമാണല്ലോ. അത് എന്താണ് എന്ന് അദ്ദേഹം 4 വാചകങ്ങളിൽ വിശദീകരിച്ചു വന്നു. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ പേടിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ എല്ലാ സമയത്തും പേടിക്കലാണ്. ഒരു തെറ്റിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആ സമയത്ത് അയാളുടെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ഭയാനകരമായ ശിക്ഷകൾ ഓർമ്മ വരും. അവനെ പേടി തോന്നും. എല്ലാ സമയത്തും റബ്ബെന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആര് കണ്ടിട്ടില്ലെങ്കിലും റബ്ബെന്നെ കാണുന്നുണ്ട്. ഒരു കളവ് പറഞ്ഞ് ഒരു 10 രൂപ ലാഭമെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഒരുപക്ഷെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു കസ്റ്റമറിന് അത് മനസ്സിലാകൂല, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകൂല. വളരെ
വേഗത്തിൽ അയാളെ പറ്റിച്ചെടുക്കാനൊക്കെ ഒരുപക്ഷെ സമർത്ഥനായ ഒരു കച്ചവടക്കാരന് സാധിക്കും. പക്ഷേ എല്ലാം അറിയുന്ന റബ്ബ് മുകളിലുണ്ട് എന്നൊരു ചിന്ത ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. ഉമ്മ പാലിൽ വെള്ളം ചേർക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മാക്ക് കുട്ടി കൊടുക്കുന്ന ഒരു മറുപടിയില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ കാണൂലേ എന്ന് ചോദിക്കുമ്പോൾ ഉമറല്ല പ്രശ്നം, അതിനേക്കാളും വലിയ റബ്ബ് ഇത് കണ്ടു കാണുന്നില്ലേ? ഉമർ പക്ഷേ ഇത് കാണൂല. ഇത്രയും രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഉമറിന് കാണാൻ കഴിയൂല. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന റബ്ബ് നമുക്കില്ലേ എന്നാ കുട്ടിയുടെ ചോദ്യത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹുവിന് പോലും അത്ഭുതപ്പെട്ടു പോയി. സഹോദരന്മാരെ, അങ്ങനെ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും അല്ലാഹുവിനെ പേടിക്കുക എന്നുള്ളതാണ്. എവിടെയാണെങ്കിലും നിന്നെ റബ്ബ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അത് എങ്ങനത്തെ നിരീക്ഷണമാണ്? എവിടെയാണെങ്കിലും ഏത് സന്ദർഭത്തിലാണും നീ എത്ര വലിയ കോട്ടകളിൽ ഒളിച്ചിരുന്നാലും നീ തെറ്റു ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അല്ലാതെയും സമയത്തെല്ലാം നിന്റെ എല്ലാ നിയമങ്ങളെയും നിന്റെ എല്ലാ ചലനങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നിന്റെ ഹൃദയത്തിന്റെ കട്ടുനോട്ടങ്ങൾ പോലും, നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ പോലും, നിന്റെ മനസ്സിന്റെ തോന്നലുകൾ പോലും ഏറ്റവും സൂക്ഷ്മമായി അറിയാൻ കഴിയുന്നവനാണ് നിന്റെ റബ്ബ്. ഈ ബോധം ഒരാളുടെ മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം. നമ്മുടെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടി ഉണ്ടാവുക. ആരെയും പേടിക്കണ്ട, അള്ളാഹിനെ പേടിച്ചാലും മതി. ആരെയും സൂക്ഷിക്കണ്ട, ആരെയും തൃപ്തിപ്പെടുത്താൻ ഈ ഭൂമി ലോകത്ത് ശ്രമിക്കേണ്ടതില്ല. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ മതി. അവന്റെ നിയമങ്ങൾ മാത്രം സൂക്ഷിച്ചാൽ മതി. സ്വാഭാവികമായും മനുഷ്യർ നമ്മെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരാൾ പണിയെടുത്താൽ അയാളെ മനുഷ്യരൊക്കെ ഇഷ്ടപ്പെടും, അയാളെ ജനങ്ങൾക്കൊക്കെ ഇഷ്ടാവും. ജനങ്ങളെ ഇഷ്ടം കിട്ടാൻ വേണ്ടി പണിയെടുത്താൽ ഒരു താൽക്കാലിക സമയത്തേക്ക് ജനങ്ങളെ ഇഷ്ടം കിട്ടും, പിന്നെ അത് നീങ്ങിപ്പോകും. പക്ഷെ അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണോ ഒരാൾ പണിയെടുക്കുന്നത്? അവന്റെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളും ആലോചിക്കണം. ഒരു കല്യാണം വരുമ്പോൾ ആലോചിക്കണം, മറ്റു ഘട്ടങ്ങളിൽ ആലോചിക്കണം, അല്ലെങ്കിൽ പഠനരംഗത്ത്, ജോലി രംഗത്ത്, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ആലോചിക്കണം. അള്ളാഹുവിന്റെ തൃപ്തിയാണോ ഇതിലേക്ക് ഉണ്ടാവുക? അങ്ങനെ ഒരാൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുത്താൽ മനുഷ്യരുടെ തൃപ്തിയൊക്കെ സ്വാഭാവികമായി അതിന്റെ പിന്നാലെ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും തഖ്വ പാലിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹിനെ പേടിക്കുക എന്നുള്ളതാണ്. എല്ലാ സമയത്തും എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം തഖ്വ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൽ അമലു ബിത്തൻസീൽ, ഖുർആൻ കൊണ്ട് നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. ഖുർആന്റെ നിയമങ്ങളെ അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കേട്ടുപോകാനുള്ള ഒന്നല്ല, അതല്ലെങ്കിൽ അത് ഓതിപ്പോകാനുള്ള മാത്രം ഉള്ള ഒന്നല്ല, അതല്ലെങ്കിൽ ആർക്കോ ചില ആളുകൾക്ക് മാത്രം ബാധകമായ ഒന്നല്ല. അത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായ ഒന്നാണ്. അതിന്റെ ചെറുതും വലുതുമായ എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ എല്ലാ നിയമങ്ങളും പക്ഷെ നമുക്കത് പറ്റുമെന്നുള്ളതല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പാലിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ ഇച്ഛകൾക്ക് എത്രത്തോളം യോജിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അത് പാലിച്ചു മുന്നോട്ട് പോകാൻ കഴിയും എന്നൊന്നല്ല പ്രശ്നം. അത് പാലിക്കുക എന്നുള്ളതാണ്. ആ നിയമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഖുർആനിനെ തന്റെ ജീവിതത്തിൽ പകർത്തുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയുടെ സ്വഭാവം എന്താണ്? ആയിഷ നബിയുടെ സ്വഭാവം എന്താണ്? ആയിഷ ബി റളിയല്ലാഹു അൻഹ കൂടുതൽ ഉത്തരമൊന്നും പറയേണ്ടി വരുന്നില്ല. നമുക്ക് ആ സംഭവം അറിയാം. കാന ഖുലുഖുഹു ഖുർആൻ, പ്രവാചകന്റെ ജീവിതം ഖുർആനാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ജീവിതത്തിൽ എന്തെല്ലാം കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ഖുർആനിലുണ്ട്. ഖുർആനിൽ എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പ്രവാചകന്റെ ജീവിതത്തിലുമുണ്ട്. അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ മഹാനായ മനുഷ്യനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഖുർആൻ പറഞ്ഞെടുത്ത് നിൽക്കും. അതിനപ്പുറം എന്റെ ബുദ്ധിക്കോ എന്റെ ഇച്ഛകൾക്കോ എന്റെ ആൾക്കൂട്ടങ്ങളുടെ താല്പര്യങ്ങൾക്കോ ഒന്നിനും പ്രാധാന്യം കൊടുക്കൂല. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഖുർആന്റെ കൂടെ നിൽക്കുള്ളൂ. ഖുർആന്റെ നിയമങ്ങളെ പാലിക്കാൻ പറ്റുള്ളൂ. അതിലൊരു ഇസ്സത്തുണ്ട്, അതിലൊരു പ്രതാപമുണ്ട്. അതിൽ വിശ്വാസിക്ക് മറ്റെവിടെന്തും കിട്ടാത്ത ഒരു പ്രതാപം ആ ഒരു വിശ്വാസിക്ക് ആ സമയത്ത് കിട്ടും. ഖുർആനെ പാലിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ എല്ലാ സമയങ്ങളിലും ഖുർആനിന്റെ മുഖമുദ്രയായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ആലോചിക്കണം. തഖ്വ എന്ന് പറയുമ്പോൾ മുത്തഖിയായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ പൂർണ്ണമായും സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമത്തെ ഒരു ഘടകം
കുറച്ചാണെങ്കിലും അള്ളാഹുവിൽ തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമുക്ക് സാമ്പത്തികമായി വലിയ ശേഷിയുള്ള മനുഷ്യരല്ല പല ആളുകളും, അല്ലെങ്കിൽ 90% ആളുകളൊന്നും അങ്ങനെയല്ല. വളരെ അപൂർവം ചില ആളുകൾക്കാണ് സമ്പത്തിന്റെ സമൃദ്ധി കൊടുക്കുക, അല്ലെങ്കിൽ വലിയ പണക്കാരൊക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ അപൂർവം കുറഞ്ഞ ആളുകളിലാണ് ഉണ്ടാവുക. ഒരുപാട് മനുഷ്യർ അവർക്ക് കിട്ടുന്ന അവരുടെ സമ്പാദ്യം വളരെ കുറച്ചായിരിക്കും, പക്ഷെ ആ സമ്പാദ്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ കാര്യങ്ങളിലൊക്കെ അവർ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു നൽകിയ കാര്യങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക, അത് വലിയൊരു മനസ്സാണ്. എനിക്ക് കിട്ടിയ എന്റെ സമ്പാദ്യത്തിൽ ഞാൻ തൃപ്തിപ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിനെ പഴി പറയാതിരിക്കുക, അള്ളാഹുവിനെ മോശം പറയാതിരിക്കുക. അതൊരു പക്ഷേ കുറഞ്ഞ സമ്പാദ്യം ഉണ്ടാവുള്ളൂ, അതിൽ തൃപ്തി കാണിക്കുക. കൂടുതലായി സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ തേടിപ്പോകാം, അതിന് പ്രശ്നമില്ല. പക്ഷെ കിട്ടുന്നതിൽ അയാൾക്ക് തൃപ്തി വേണം. ആ സമയത്ത് അള്ളാഹുവിന്റെ ഖദറിനെ ചോദ്യം ചെയ്യരുത്, അവന്റെ വിധികളെയും അവന്റെ ഖദാ ഖദറിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികൾ മാറാതിരിക്കണം. തൊട്ടടുത്ത് വലിയ വീടുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ കാറുകൾ ഓടിച്ചടക്കുന്ന സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ ബിസിനസ്സിൽ വലിയ മെച്ചം കിട്ടിയ മനുഷ്യരൊക്കെ നമ്മുടെ സഹോദരങ്ങളിൽ ഉണ്ടാകും. പക്ഷെ നമുക്ക് കിട്ടിയ സ്വത്തിൽ നമ്മൾ തൃപ്തനായിരിക്കണം. അവനെപ്പോലാകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും തൃപ്തനാവൂല. അവൻ അതിനേക്കാളും മുകളിൽ പോകും. നമ്മൾ അവന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. കാലാകാലം നമുക്ക് തൃപ്തിയില്ലാതെ ജീവിക്കേണ്ടി വരും. ദുനിയാവിന് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾ ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അയാളെ ജീവിതാന്ത്യം വരെ അയാൾ ദുനിയാവിന് വേണ്ടി ഓടുക. പക്ഷേ അയാൾക്ക് ദുനിയാവ് വെട്ടിപ്പിടിക്കാനും പറ്റൂല. അവസാനം 6 അടി മണ്ണ് ആ മനുഷ്യർക്ക് കിട്ടുന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ദുനിയാവ് കുറെ വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ പണത്തെ ധാരാളമായി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സമ്പത്തിനെയോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളെയോ ഒക്കെ നമ്മൾ കൂടുതലായി ഇഷ്ടപ്പെടാതെ ഉള്ളതിൽ അള്ളാഹുൽ തൃപ്തിപ്പെട്ട് അതിൽ തൃപ്തി അണിഞ്ഞ് അതുമായി എങ്ങനെയാണ് ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കുക എന്നത് നമ്മൾ ആലോചിക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളത് തഖ്വയുടെ 3ാമത്തെ ഘടകമാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. നമുക്ക് തഖ്വ ഉണ്ടോ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ആ തഖ്വയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. എല്ലാ സന്ദർഭത്തിലും നമ്മൾ അള്ളാഹിനെ പേടിക്കുന്നുണ്ടോ? അതല്ല ആൾക്കൂട്ടത്തിൽ മാത്രമാണോ നമ്മൾ അള്ളാഹിനെ പേടിക്കുന്നത്? ചില സമയങ്ങളിൽ മാത്രമാണോ നമുക്ക് അള്ളാഹുവിനുള്ള പേടി വരുന്നത്? ഏതെങ്കിലും നമുക്ക് വലിയ ആഗ്രഹം നേടിയെടുക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ അവിടെ നമ്മൾ ഖുർആനിന് പരിഗണന കൊടുക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ എല്ലാ സമ്പാദ്യങ്ങളിലും എല്ലാ സൗകര്യങ്ങളിലും പൂർണ്ണമായും തൃപ്തിയോട് കൂടിയിട്ടാണോ ജീവിക്കുന്നതൊക്കെ ആലോചിക്കുക. 4ാമത്തെ ഒരു ഘടകം അദ്ദേഹം സൂചിപ്പിച്ചത് നിങ്ങൾ മരിക്കുന്ന ദിവസത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുക എന്നുള്ള. നിങ്ങൾ മരിക്കുന്ന ദിവസത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുക. ആ വാചകത്തിലെല്ലാം ഉണ്ട്. ഒരു വിശ്വാസിക്ക് വേണ്ട എല്ലാം ആ ജീവിതത്തിലുണ്ട്. നിങ്ങൾ മരിക്കണ ദിവസത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് പറയാൻ പറ്റും, ഇന്ന് ഞാൻ മരിച്ചാൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഞാൻ സ്വർഗത്തിലേക്കാണ് കടക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും, കേൾക്കണ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരുങ്ങി തയ്യാറായി നിൽക്കണം എന്നുള്ളത്. നമ്മൾ എപ്പോ മരിച്ചാലും സ്വർഗത്തിലാവുന്ന തിയേറ്ററിൽ പോയി ഇങ്ങനെ വരി നിൽക്കുന്ന ഒരാൾക്ക് ഇത് പറയാൻ പറ്റുമോ? ചുണ്ടിലേക്ക് സിഗരറ്റ് വെക്കുന്ന ഒരു മനുഷ്യർക്ക് ഇത് പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ മറ്റു വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യർക്ക് ഇത് പറയാൻ പറ്റുമോ? പലിശ ഭുജിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യർക്ക് അങ്ങനെ പറയാൻ പറ്റും, ഞാൻ മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നുള്ളത്? ഞാൻ ഇപ്പൊ മരിച്ചാലും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ എല്ലാ അർത്ഥത്തിലും എന്റെ ജീവിതത്തിൽ കൃത്യതയോടുകൂടിയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തിന്മയെ, ഒരു ചെറിയ തിന്മയെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് അത് പറയാൻ പറ്റുമോ? കളവും വെട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തി ജീവിതത്തിൽ ലാഭങ്ങൾ കൊയ്യുന്ന മനുഷ്യർക്ക് ഇത് പറയാൻ പറ്റുമോ? കച്ചവടത്തിൽ ഹറാമുകൾ കലർത്തി കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യർക്ക് ഇത് പറയാൻ പറ്റുമോ? വസ്ത്രം പൂർണ്ണമായും ഔറത്ത് മറക്കാതെ നടക്കുന്ന ഒരു പെണ്ണിന് ഇത് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ആ തഖ്വയുടെ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. നിങ്ങൾ മരിക്കാൻ നിൽക്കുന്ന ദിവസം, നിങ്ങൾ മരിക്കും, ഇന്ന് മരിക്കും എന്ന് നമുക്ക് ഉറപ്പ് കിട്ടിയാണെങ്കിൽ, നാളെ ഞാൻ മരിക്കും എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്റെ ജീവിതം കൊണ്ടുപോകുക? ഞാൻ എത്രത്തോളം ഭയഭക്തിയോടുകൂടി എന്റെ നമസ്കാരങ്ങളിലേക്ക് കടക്കും? നിങ്ങൾ ഇപ്പോൾ നമസ്കരിച്ച നമസ്കാരം, ളുഹർ നമസ്കാരം, അത് എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഞാൻ എങ്ങനെയൊക്കെ ളുഹർ നമസ്കരിക്കുക?
എത്ര ആത്മാർത്ഥമായിട്ടേക്ക് നിസ്കരിക്കാം. ഇനിയൊരു സുജൂദ് നിർവഹിക്കാൻ എനിക്ക് അവസരമില്ലല്ലോ, ഇനിയൊരു റുക്കൂഅ് നമസ്കരിക്കാൻ, ഒരു റുക്കൂഅ് ചെയ്യാൻ എനിക്ക് അവസരമില്ലല്ലോ. അവസാനത്തിന്റെ നമസ്കാരം നിർവഹിക്കാനുള്ള ഒരു അവസരം, ഒരു ചാൻസ് കൂടിയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് എന്നറിയുന്ന ഒരു മനുഷ്യൻ എത്ര ഭക്തിയോടുകൂടി, എത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടു നടക്കുന്നതാണ്. എന്റെ അവസാനത്തെ ദിവസമാണിത്, അല്ലെങ്കിൽ എന്റെ അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കണം. അപ്പൊരാൾ തിന്മയിലേക്ക് പോകൂല. അപ്പൊരാൾ തന്റെ മൊബൈലുകൾ ഓണാക്കി റീൽസുകൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കൂല. അല്ലെങ്കിൽ ഷോർട്ട് മൂവികൾ കണ്ടോ, ഫിലിമുകൾ ഡൗൺലോഡ് ചെയ്തോ അതിങ്ങനെ കണ്ട് മണിക്കൂർ കണക്കിന് സമയം ചെലവഴിക്കൂല. ആ സെക്കൻഡിൽ മരിച്ചാൽ എന്ത് സംഭവിക്കുന്നു വെറുതെ ആലോചിച്ചാൽ മതി. ഈ കണ്ടു തീർക്കുന്ന സിനിമകളുടെയും തോന്നിവാസങ്ങളുടെയും സംഗീതങ്ങളുടെയും മറ്റു ഹറാമുകളുടെയും ഇടയിൽ എന്റെ ജീവിതാന്ത്യം സംഭവിച്ചു പോയാൽ എന്തായിരിക്കും ഉണ്ടാകുക? എന്റെ ഖബറിൽ എങ്ങനെയായിരിക്കും ഞാൻ, എനിക്ക് റൂഹിനെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാവുക? നാളെ പരലോകത്ത് എങ്ങനെയായിരിക്കും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തെ കൃത്യത വരുത്താൻ നമുക്ക് തീർച്ചയായും സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, തഖ്വ എന്ന് പറയുമ്പോൾ ഈ 4 ഘടകങ്ങൾ അടങ്ങിയതാണ്. ഞാൻ പറഞ്ഞ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു മനുഷ്യൻ ഖുർആനിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അയാൾക്ക് സാധിക്കണം. മരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മരണ ദിവസത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി അയാൾ ജീവിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഈ 4 ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇത് നമ്മിൽ നിന്നും തഖ്വ കുറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും ഒരുപോലെ തഖ്വയുള്ള ആളുകളല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും ഒരേ ഈമാനുള്ള ആളുകളാണ്. നമ്മളൊക്കെ വിശ്വാസികളാണ്, മുത്തഖീങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈമാനിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ചില സമയങ്ങളിൽ നമുക്ക് നല്ല ഈമാൻ ഉണ്ടാവും, ആ സമയത്ത് നമ്മുടെ ആരാധനകളിൽ നമുക്ക് തന്നെ അനുഭവപ്പെടും ഒരു ആത്മാർത്ഥതയും ഒരു അനുഭൂതിയും ഒക്കെ നമുക്ക് ആ സമയത്ത് ലഭിക്കും. ചില സമയങ്ങളിൽ നമ്മുടെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു വരും. അതിന്റെ കാരണങ്ങളുണ്ട്. അങ്ങനെ തഖ്വ കൂടിയും കുറഞ്ഞു നിൽക്കുന്ന സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ തഖ്വ യഥാർത്ഥ ശരിയായ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് കുറഞ്ഞോട്ടെ എന്ന് വിചാരിക്കല്ല വേണ്ട. അത് ശരിയായ ജീവിതത്തിൽ എപ്പോഴും തഖ്വ പാലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്. അങ്ങനെ ഈമാൻ കുറഞ്ഞു പോകുന്ന ഒരു ഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിന്മ ചെയ്യാൻ മടിയില്ലാതിരിക്കും. തഖ്വ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വെച്ചാൽ നമുക്ക് തിന്മ ചെയ്യാൻ ഒരു മടി തോന്നില്ല. ഒരു വിശ്വാസിക്ക് ഒരു തിന്മ ചെയ്യുമ്പോൾ, ഒരു ചെറിയ തിന്മ ചെയ്യുമ്പോൾ ഒരു പാറ തന്റെ ശരീരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ എത്ര ഭാരം ഉണ്ടാവും? അതുപോലെയായിരിക്കും അയാൾ ആ തിന്മയിലേക്ക് സമീപിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു മുനാഫിക്കായ ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ അയാളുടെ മൂക്കിന്റെ തുമ്പത്ത് ഒരു ഈച്ച വന്ന് നിൽക്കുമ്പോൾ എത്ര ലാഘവത്തോടു കൂടി തട്ടിക്കളയോ അതുപോലെയായിരിക്കും ആ മനുഷ്യൻ തിന്മയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമുക്ക് തിന്മ ചെയ്യുമ്പോൾ ഒരു പേടിയും തോന്നണില്ലെങ്കിൽ, ഒരു മ്യൂസിക്കുള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും ആൾക്കൂട്ടങ്ങൾ കേൾക്കാൻ അപ്പോൾ നമുക്കൊരു ഇടങ്ങാറ്, മനസ്സിന് വേദന തോന്നുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹറാമ് കാണേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു പ്രയാസവും തോന്നുന്നില്ലെങ്കിൽ, മറ്റേതെങ്കിലും ഒരു തെറ്റ്, ഒരു നിസാരമായ ഒരു തെറ്റ്, ഒരാളെ കളവ് പറഞ്ഞു പറ്റിക്കുമ്പോൾ നമുക്കൊരു വേജാറും ഒരു പേടിയും തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ തഖ്വ വലിയ തോതിൽ, നമ്മുടെ ഈമാൻ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ തെറ്റ് ചെയ്യാൻ ഒരു നിസാരത തോന്നുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാൻ ഓരോ ഘട്ടത്തിലും സംഭവിക്കുന്ന എന്താണെന്നുള്ളത്. അള്ളാനെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നന്നായി അറിയാം, ഞാൻ ആരാന്നുള്ളത് എനിക്കാണ് ഏറ്റവും നന്നായി അറിയാം അള്ളാനെ കഴിഞ്ഞാൽ. പിന്നെ ഓരോ ഇരിക്കുന്ന മനുഷ്യർക്കും അള്ളാഹുവിനെ കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നമുക്കാണ് അറിയാം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ തെറ്റുകളിലേക്ക് സമീപിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി പേടിയോടും കിടക്കുക. നമ്മൾ നിസാരമായി തെറ്റിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ തഖ്വ ഈമാനും ഒക്കെ വലിയ തോതിൽ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു പ്രശ്നം, തഖ്വ കുറഞ്ഞാൽ നമ്മുടെ ആരാധനകളിൽ നമുക്ക് വലിയ തോതിൽ ആത്മാർത്ഥത കാണിക്കാൻ കഴിയും. നിസ്കരിക്കാതിരുന്നാൽ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് കെട്ടിയത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നെഞ്ഞത്ത് കൈവച്ചതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ സലാം വീട്ടുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വന്ന ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകാറുണ്ടോ? തഖ്വ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആരാധനകൾ ചെയ്യാനൊരു മടി തോന്നും. ഖുർആനോട് ഓതി പേജുകളുണ്ട് മറിക്കുമ്പോത്തിന് ഒരു ജുസ് പോയിട്ട് 2 പേജ് ഓതുമ്പോഴേക്കും നമുക്ക് ചടപ്പ് തോന്നുക, ഒരു മടി തോന്നുക. പിന്നെ അത് പേജ് മറിക്കാൻ തോന്നുന്നില്ല. ദിക്റുകൾ ചെല്ലാതെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയും. രാവിലത്തെ ദിക്റ് ചൊല്ലി തീർക്കേ എന്നൊക്കെ പറയുമ്പോൾ
10-15 മിനിറ്റിന് പണിയേ ഉള്ളൂ. അല്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷം ദിക്ർ ചെല്ലാൻ 5-6 മിനിറ്റ് ഒക്കെ മതി നമുക്ക് ചെല്ലി തീർക്കണമെന്നില്ല. പക്ഷെ അതിന് പോലും നമുക്ക് കഴിയൂല. അപ്പോഴേക്കും നമുക്ക് കോളുകൾ വരും, നമുക്ക് ഓടേണ്ടി വരും. അങ്ങനെ ആരാധനകളോടൊരു മടി തോന്നുക. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ തഖ്വയൊക്കെ വലിയ തോതിൽ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെല്ലാ ആരാധനാക്രമങ്ങളും ചെയ്യുമ്പോൾ ഇതാലോചിച്ചാൽ മതി. നമസ്കാരം പ്രത്യേകിച്ചും നമ്മൾ 5 സമയത്ത് നമ്മൾ കൃത്യമായി നിർവഹിക്കുന്ന ഒന്നാണ്. നമ്മൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു. ഓരോ റക്അത്തും എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി. തീർന്നു കിട്ടിയിരുന്നെങ്കിൽ തറാവിക്ക് വന്നില്ലെങ്കിൽ പ്രശ്നമാണല്ലോ, പള്ളിയിലേക്ക് വരാതിരുന്നാൽ അത് പ്രശ്നമാണല്ലോ. വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ തോന്നാതിരിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈമാൻ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രശ്നം, നമുക്ക് മതനിയമങ്ങളെ എല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നില്ല. മതനിയമങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം? മതത്തിന്റെ ഒരു തീരുമാനത്തെ മുന്തിക്കണോ, അതല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു തീരുമാനത്തെ, നമുക്ക് സൗകര്യമുള്ള ഒരു തീരുമാനത്തെ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മതത്തിന്റെ നിയമങ്ങൾക്ക് നമുക്ക് പ്രാമുഖ്യം കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരിക. നാലാമത്തെ ഒരു പ്രശ്നം, ദുനിയാവിനോട് ആർത്തി തോന്നുന്നതാണ്. ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടം തോന്നും. നമ്മൾ ജീവിതത്തെ വല്ലാതെ കൊതിക്കും. മരിക്കാൻ ഒരിക്കലും പൂതി ഉണ്ടാവില്ല. ജീവിതത്തെ വല്ലാതെ കൊതിക്കും. അയാൾ പണത്തെ വല്ലാതെ കൊതിക്കും. ജീവിതത്തിന്റെ സൗകര്യങ്ങളും ആർഭാടങ്ങളും അയാൾ വല്ലാതെ കൊതിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. പരലോകം തീരെ ഓർക്കാത്ത, വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രം പരലോകം ഓർത്ത് ജീവിക്കുക. ബാക്കിയുള്ള സമയങ്ങളൊന്നും പരലോകം ഓർക്കണില്ല. പൂർണ്ണമായും ദുനിയാവിന്റെ ഈ പളപളപ്പിൽ, അതിന്റെ കളറുകളിൽ, അതിന്റെ രസങ്ങളിൽ ഇങ്ങനെ മതിമറന്ന് ജീവിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ടോ എന്ന് ആലോചിക്കുക. മറ്റൊരു പ്രശ്നം, മരണം കേട്ടാൽ പോലും നമുക്കൊന്നും തോന്നൂല എന്നുള്ളതാണ്. മരണം കേട്ടാൽ പോലും ഒന്നും തോന്നൂല. ഒരാൾ മരിച്ചു എന്ന് കേട്ടാലും നമുക്ക് യാതൊരു ഫീൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ ചുരുങ്ങി പോകുന്നതാണ്. അത്രയും ഒരാളുടെ ഈമാൻ കുറഞ്ഞു പോകണം. ഒരാൾക്ക് വലിയ അപകടം സംഭവിച്ചു, അയാൾക്ക് മാറാരോഗമുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴും മനസ്സിൽ സ്വാഭാവികമായും തോന്നുന്ന ഒരു വേദനയുണ്ടല്ലോ, ഒരു പേടിയുണ്ടല്ലോ, അത് തോന്നൂല. മരിച്ചു എന്ന് കേൾക്കുമ്പോഴും സാധാരണ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തൊരു ഫീലാണ് ഉണ്ടായത് അതെന്നെ തോന്നുള്ളൂ. അയാൾക്കൊന്നും പ്രത്യേകിച്ച് തോന്നാത്തൊരവസ്ഥ ഉണ്ടാകും. മയ്യത്തിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോഴും സാധാരണ ഒരു കാഴ്ച കണ്ട് തിരിച്ചു പോരുന്നത് പോലെ നമുക്ക് തോന്നും. ഖബറിന്റെ ചുറ്റുപോയി നിൽക്കുമ്പോഴും ഇവിടേക്ക് കിടക്കാനുള്ള ആളുകളാണല്ലോ. മരിച്ച് ഈ ഖബറിൽ 6 അടി മണ്ണിൽ, ഈ ഉള്ളറയിൽ, ഈ ഇരുട്ടിന്റെ മുറിയിൽ, ആരാരും സഹായത്തിനില്ലാത്ത, കൂട്ടിനില്ലാത്ത, ഒറ്റക്ക് കിടക്കേണ്ട ഒരു ഭൂമിയാണല്ലോ ഇത് എന്ന് തോന്നൂല. അങ്ങനെ തോന്നാത്തൊരവസ്ഥ നമുക്ക് വരുന്നുള്ളതാണ് എന്റെ പ്രശ്നം. ആറാമത്തെ പ്രശ്നം, ഉപദേശങ്ങൾ കേൾക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. ഉപദേശങ്ങൾ കേൾക്കാൻ തീരെ താല്പര്യം. ക്ലാസ്സുകൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അല്ലെങ്കിൽ ക്ലാസ്സുകൾ അയാൾ ഇരിക്കൂല, ഉപദേശങ്ങൾ തീരെ ചെവി കൊടുക്കൂല. അപ്പോഴൊക്കെ ഇങ്ങനെ നെഗറ്റീവ് മാത്രം മനസ്സിൽ വരുള്ളൂ. അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മുടെ കൂടെ വന്നിട്ട് ഒരാൾ ഉപദേശിക്കുമ്പോൾ, സുഹൃത്ത് ഉപദേശിക്കുമ്പോൾ, വാപ്പ ഉപദേശിക്കുമ്പോൾ, കൂടെയുള്ള മനുഷ്യർ ഉപദേശിക്കുമ്പോൾ, ഭർത്താവ് ഉപദേശിക്കുമ്പോൾ, ഭാര്യ ഉപദേശിക്കുമ്പോൾ നമുക്ക് തോന്നൂല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്ലാസ് കേട്ടിരിക്കാം, ഒരു യൂട്യൂബിൽ ക്ലാസ് എടുത്ത് കുറച്ചു നേരം കേട്ടിരിക്കാം എന്ന് നമുക്ക് തോന്നൂല. അങ്ങനെ ഉപദേശങ്ങളോട് ഒരു മടുപ്പ് തോന്നുക, ഒരു ചെവി കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെയൊക്കെ നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈമാൻ വലിയ തോതിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തഖ്വക്ക്, നമ്മുടെ സൂക്ഷ്മതക്ക്, അള്ളാഹുവിനോടുള്ള പേടിയിലൊക്കെ വലിയ തോതിൽ നമുക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആരാധനകളിൽ ആസ്വാദനം കണ്ടെത്താതിരിക്കുക. ആരാധനകളിൽ നമ്മൾ നിർവഹിക്കുന്ന എല്ലാ കാര്യങ്ങളെങ്കിലും ഒരു മടിയോടുകൂടിയല്ലാതെ അയാൾ സമീപിക്കുകയും, മടിയോടുകൂടി മാത്രമേ അയാൾ സമീപിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈമാൻ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതിനെന്താണ് പരിഹാരം? ഇതിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞു കാര്യമില്ല. ഇതിന്റെ പരിഹാരങ്ങൾ എന്താണ് എന്നും പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഞാൻ 10 കാര്യങ്ങൾ പറയാം, വളരെ വേഗത്തിൽ 10 കാര്യങ്ങൾ പറയാം. ആ 10 കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് നമ്മൾ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ, ഒരു ട്രാക്ക് തെറ്റി ഓടുന്ന ഒരു മനുഷ്യൻ ട്രാക്കിലേക്കാണ് കയറുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ ട്രാക്കിലേക്കാണ് കയറും. നമ്മളെ ഈമാനുള്ള ഒരു ജീവിതത്തിലേക്കാണ് കയറും. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയും തഖ്വയും ഒക്കെ അതിങ്ങനെ തനിയെ ഇങ്ങനെ വന്ന് നിൽക്കും. പക്ഷേ ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യാറുള്ളൂ. ഈ 10 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് എത്രത്തോളം ശ്രദ്ധിച്ചോ അത്രത്തോളം ജീവിതത്തിൽ ഉണ്ടാകും. അതിന്റെ ഒന്നാമത്തെ കാര്യം, അതിന്റെ ഒന്നാമത്തെ പരിഹാരം, നമ്മൾ സ്വയം മാറണമെന്നൊരാൾ ചിന്തിക്കുക എന്നുള്ളതാണ്.
സ്വയം മാറണമെന്ന് ഒരാൾ ചിന്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പരിഹാരം. കാരണം നമ്മൾ മാറണമെന്ന് വിചാരിക്കാത്ത കാലത്തോളം അള്ളാഹു നമ്മളെ മാറ്റൂല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരാൾ സ്വയം മാറണമെന്ന് വിചാരിക്കാത്ത കാലത്തോളം അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റൂല എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എനിക്കൊന്ന് മാറണം, എനിക്ക് ശരിയായ ഈമാനുള്ള വിശ്വാസമുള്ള തഖ്വ പാലിക്കുന്ന ഖുർആൻ പറയുന്ന യഥാർത്ഥ മുത്തഖിയായി മാറണം, അല്ലെങ്കിൽ ഒരു മുഅ്മിനായി ഒരു വിശ്വാസിയായി എനിക്ക് മാറണം എന്ന് ഒരു വിശ്വാസി ഒരാൾ സ്വയം തീരുമാനിക്കുക. അങ്ങനെ അയാൾ വിചാരിക്കുക, അയാളുടെ മനസ്സിൽ അത് ഉറച്ച തീരുമാനം, അയാളുടെ ഹൃദയത്തിൽ തീരുമാനം. ഈ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറയുന്ന ഒന്നാമത്തെ കാര്യം പാലിച്ചിട്ടില്ല എങ്കിൽ പിന്നെ പറഞ്ഞ 9 കാര്യം നമുക്ക് പാലിക്കാൻ കഴിയില്ല. ഈ ഒന്നാമത്തെ കാര്യം പാലിക്കുമ്പോൾ മാത്രമാണ് പിന്നെ പറഞ്ഞ 9 കാര്യങ്ങൾക്കും ഞാൻ പറയുന്നതിന് അല്ലെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ശരിക്കും മാറണം. നമ്മൾ ഇപ്പോഴുള്ള നിലയിലാണോ ഉണ്ടാകേണ്ടത്, അതിനേക്കാളും പദവികൾ ഉയരേണ്ടതുണ്ടോ? നല്ല സൂക്ഷ്മതയുള്ള മനുഷ്യരൊക്കെ നമ്മൾ ആയിരിക്കും, പക്ഷേ അത്രയാണോ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്? അതിനേക്കാളും ഉയരങ്ങളിലേക്ക് പോകണം. തീരെ നമുക്ക് റബ്ബിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ലേ, അതിനേക്കാളും ഉയരണോ എന്നൊക്കെ നമ്മൾ ഈ സമയത്ത് ആലോചിക്കുക. എങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ ഒരു മുത്തഖിയായി നമ്മൾ മാറണം എന്ന് നമ്മൾ സ്വയം അങ്ങ് വിചാരിക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും എന്ന് നമ്മൾ ഉറച്ച തീരുമാനം മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ശരിക്കും റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന, തീർച്ചയായും വിശ്വാസം, ലയഖുലുഖു ഫീ ജൗഫി അഹദികും ഒരു വസ്ത്രം നുരുമ്പുന്നത് പോലെ. നമ്മൾ വസ്ത്രം ഇട്ടാൽ കുറെ കാലം കഴിഞ്ഞാൽ അതിങ്ങനെ പഴകി പഴകി കേടുവരുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഇങ്ങനെ നുരുമ്പിപ്പോകും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഈമാൻ എല്ലാ സമയത്തും ഒരുപോലെയല്ല. അതിങ്ങനെ അതിന് വെള്ളം നനച്ചു കൊടുത്തില്ലെങ്കിൽ, അതിന് വളമിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഈമാൻ ദുർബലപ്പെട്ടു പോകും. കാലാകാലം നമുക്ക് ഒരേ ഈമാനൊന്നല്ല ഉണ്ടാവുക. മലക്കുകളെ പോലെയല്ല നമ്മൾ മനുഷ്യരാണ്. തെറ്റുകൾ ചെയ്യുന്തോറും ഈമാൻ കുറഞ്ഞു പോകും. അങ്ങനെ ഈമാനുകൾ ദുർബലപ്പെട്ടു പോകും. തീർച്ചയായും ഒരു മനുഷ്യൻ ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണേ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഇങ്ങനെ പുതുക്കി കിട്ടാൻ, അതിന്റെ നിറവിലേക്ക് എത്താൻ, അതിനെ ഫോൺ ചാർജ് ചെയ്യൂലേ, അതേപോലെ ഇങ്ങനെ ചാർജ് ചെയ്ത് മുന്നോട്ട് പോകാൻ, നമ്മുടെ ഈമാൻ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കാൻ നമ്മൾ അല്ലാഹുവിനോട് ശരിക്ക് തേടണമെന്നാണ്. അല്ലാഹുവിനോട് തേടുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തട്ടൂല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു തേടേണ്ടത്. അത് തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കി ഒരാൾ ശരിക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റബ്ബേ, എനിക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ, എനിക്ക് വിശ്വാസവും എന്റെ തഖ്വയും എന്റെ സൂക്ഷ്മതയൊക്കെ വർദ്ധിപ്പിച്ചു തരണേ, എന്റെ ആരാധനകളിൽ എനിക്ക് ആത്മാർത്ഥതയുണ്ടാകുന്ന, എനിക്ക് അനുഭൂതി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേ. മതത്തിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ എന്റെ മനസ്സിൽ സന്തോഷം നൽകണേ, എനിക്കതിൽ വല്ലാത്ത അനുഭൂതി നൽകണേ എന്നൊക്കെ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. 100 കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വലിയ സമയങ്ങൾ മാറ്റിവെക്കാറില്ല എന്നതാണ് സത്യാവസ്ഥ. നമുക്ക് അറിയാവുന്ന കുറച്ച് പ്രാർത്ഥനകളുണ്ട്, നമ്മൾ കാണാതെ പഠിച്ച കുറച്ച് പ്രാർത്ഥന, അതിങ്ങനെ നമ്മളിങ്ങനെ ചെല്ലുന്നപ്പുറത്ത് നമ്മൾ ശരിക്കും റബ്ബിലേക്ക് കൈകൾ ഉയർത്തി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു തേട്ടുണ്ടല്ലോ, അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റബ്ബകുൻ ഹയ്യുൻ കരീമുൻ, തീർച്ചയായും നിങ്ങൾ റബ്ബ് അവൻ ലജ്ജയുള്ളവനാണ്, അവൻ ഔദാര്യമുള്ളവനാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യസ്തഹി മിൻ അബ്ദിഹി യർഫഅ ഇലൈഹി യദൈഹി ഫയറുദ്ദഹുമാ സിഫ്റാ. ആരെങ്കിലും റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ഒന്നും തരാതെ, ഒന്നും കൊടുക്കാതെ ആ മനുഷ്യൻ അല്ലാഹു മടക്കൂലാണ്. ഒന്നും കൊടുക്കാതെ മടക്കൂലാണ്. നമ്മൾ ചോദിക്കുന്ന തേട്ടങ്ങൾ, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് അത് കൊടുക്കാതെ വിടൂല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ആത്മാർത്ഥമായി ചോദിക്കുക എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടാൻ വേണ്ടി കിട്ടുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ശരിക്ക് മനസ്സാന്നിധ്യത്തോടുകൂടി, അശ്രദ്ധമായിട്ടല്ല ശ്രദ്ധയോടുകൂടി ഖിബലയിലേക്ക് തിരിഞ്ഞ് വുളൂ ചെയ്ത് അതിന്റെ മര്യാദകൾ പാലിച്ച് നമ്മൾ ശരിക്ക് റബ്ബിനോട് തേടുക എന്നുള്ളതാണ്. അങ്ങനെ തേടുന്ന ഒരു വിശ്വാസിക്ക് തീർച്ചയായും അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാനും ഈമാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനും ഒക്കെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ തിന്മകളിൽ നിന്നും, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുക എന്നുള്ളതാണ്. തിന്മകൾ ചെയ്യുന്തോറും നമ്മുടെ ഹൃദയത്തിലേക്ക്, ആ സ്പേസിലേക്ക് തിന്മകൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഈമാന്റെ പ്രകാശം
അവിടേക്ക് വരൂല. ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവർ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വരും. ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വരും. പിന്നെ അടുത്തൊരു തിന്മ ചെയ്യുമ്പോൾ അടുത്തൊരു പാട് വരും. പിന്നെ അടുത്ത തിന്മ ചെയ്യുമ്പോൾ വീണ്ടും ആ കറുത്ത പാട് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു റെയിന് ബാധിക്കും, ഒരു കറ ബാധിക്കും. അങ്ങനെ കറ ബാധിച്ചു കഴിഞ്ഞാൽ, കറുത്തിരുണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈമാന്റെ പ്രകാശം അതിലേക്ക് കയറൂല. പിന്നെ ഖുർആനിന്റെ ഒരു പ്രഭ നമ്മുടെ ഹൃദയത്തിലേക്ക് വരൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി? നമ്മൾ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. നിലവിലുള്ള ഹൃദയത്തിന്റെ കറകൾ അത് തൗബയുടെ കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാന്നുള്ളതാണ്. ആ കറകൾ മായിച്ചു കളയണം. നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ചു പോയ തെറ്റിന്റെയും പാപങ്ങളുടെയും കറകൾ പൂർണ്ണമായും അയാൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ മാത്രമാണ് ഈമാനിന്റെ ഒരു വെളിച്ചം, അയാളുടെ അള്ളാഹുവിന്റെ ഒരു പ്രകാശം അയാളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നൂറുല്ലാഹി ലാ യുഅ്താ ലിആസീന. ഒരു പാപിക്ക് അല്ലാഹുവിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് കടക്കൂല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഈമാന്റെ വെളിച്ചം കയറാനുള്ള ഒരു നല്ലൊരു പാത്രമായി, അല്ലെങ്കിൽ നല്ലൊരു സ്പേസായി ഹൃദയത്തെ മാറ്റി നമ്മൾ അതിനെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർ ചെയ്തത് കാരണത്താൽ അവരുടെ ഹൃദയത്തിൽ അതിങ്ങനെ കറ പിടിച്ചു നിൽക്കുക, ഹൃദയത്തിൽ കറ പിടിച്ചു നിൽക്കുന്നു. അവിടേക്ക് പിന്നെ ഈമാൻ കയറൂല. അതുകൊണ്ട് നമ്മുടെ തഖ്വ വലിയ തോതിൽ കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റെവിടെയൊക്കെയോ നമ്മൾ തിന്മകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഒരു സ്പേസിലേക്ക് തിന്മയുടെ കറകൾ വന്നിങ്ങനെ അടിഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഏതൊരു തിന്മയുടെ സാഹചര്യത്തിലേക്ക് അടക്കുമ്പോഴും അയാളുടെ ഹൃദയത്തിൽ 3 ചിന്തകൾ ഉണ്ടാകണം എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു. ഒരാൾക്ക് തിന്മയിൽ നിന്നും മാറി നിൽക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നിങ്ങൾക്കൊരു തിന്മ ചെയ്യാൻ നേരത്ത് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് വരാതിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന കുറച്ച് ചിന്തകളുണ്ട്. ഒന്നാമത്തെ ചിന്ത എന്താന്ന് വെച്ചാൽ, ഞാൻ ആ തിന്മ ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ, ആ തിന്മയിലേക്ക് കാലെടുത്തു വെക്കുന്ന സാഹചര്യത്തിൽ എന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ചിന്ത അള്ളാഹുവിന് ഇഷ്ടമാകൂലല്ലോ എന്നാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ലല്ലോ. ഞാൻ ഈ തിന്മ ചെയ്താൽ എന്റെ റബ്ബിന് ഇഷ്ടാവില്ലല്ലോ, എന്റെ റബ്ബിന് ഇത് ഇഷ്ടാവില്ലല്ലോ. ഞാൻ ഈ തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റബ്ബിന് കാണുന്നുണ്ടല്ലോ, അള്ളാഹ്ക്ക് ഇത് ഇഷ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് മനസ്സിൽ കരുതണമെന്നാണ്. ഒരു വിശ്വാസിക്ക് ആ സമയത്ത് പിന്നോട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. റബ്ബിന്റെ ഇഷ്ടം പോവല്ലോ, റബ്ബ് പിന്നെ അവന്റെ കാരുണ്യത്തിന്റെ നോട്ടെനിക്ക് കിട്ടാതെ പോവല്ലോ, അവന്റെ ഇഷ്ടം എന്നിൽ നിന്നും അകറ്റപ്പെടുമല്ലോ എന്ന് മനസ്സിലേക്ക് ചിന്തിക്കുന്ന ഒരു സമയത്ത് ആ മനുഷ്യർക്ക് തീർച്ചയായും ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നുള്ളൂ. ഇബ്നുൽ ഖയ്യിം പറയാണ്, ആ ചിന്ത ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് തിന്മയിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ലേ എങ്കിൽ നിങ്ങൾ രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഞാൻ ഈ തിന്മ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള എന്റെ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകുകയാണല്ലോ, എനിക്കതിലേക്ക് കയറാൻ പറ്റില്ല, അതിന്റെ അനുഭൂതികൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. എല്ലാം വിചാരിച്ചാൽ കിട്ടുന്ന സ്വർഗത്തിലേക്കുള്ള ഈ മരണത്തിന് ശേഷം പിന്നീട് അറ്റമില്ലാത്ത അനന്തമായ ഒരു ലോകത്ത് എനിക്ക് സുഖിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കണം എന്റെ ഭവനമായ സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് എന്നെ കയറ്റൂലല്ലോ എന്നൊരാൾ മനസ്സിൽ വിചാരിക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു ചിന്ത, അത് വിചാരിച്ചിട്ടും അയാൾക്ക് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ മൂന്നാമത് അയാളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകൾ ഓർക്കുക എന്നുള്ളതാണ്. കത്തിയാളുന്ന നരകം, കല്ലുകൾ കൊണ്ട് കത്തിക്കപ്പെടുന്ന നരകം അയാൾ ഓർക്കുക എന്നുള്ളതാണ്. ചീഞ്ചലവും ചൂടുവെള്ളവും മുള്ളുള്ള മരങ്ങൾ കൊണ്ട് മാത്രം ഭക്ഷ്യവസ്തുക്കളായ ആ നരകത്തെ ഓർക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരാൾക്ക് തൊലികൾ, ശരീരത്തിൽ തൊലികൾ ഉണ്ടായി, അത് നരകത്തിന്റെ അഗ്നി കൊണ്ട് കരിച്ചു കളയുമ്പോൾ വീണ്ടും പുതിയ തൊലികൾ നൽകി അയാളെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ശിക്ഷകൾ ആസ്വദിപ്പിക്കുന്ന ഒരു ഭയാനകരമായ നരകത്തെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ള സമയത്ത് ഈ 3 ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടും അയാൾക്ക് ആ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ വിചാരിക്കേണ്ടത്, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നരകത്തിനായിട്ട് കുറച്ച് ആളുകൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, അതിലൊന്ന് ഞാനായിരിക്കും എന്ന് അയാളുടെ വിചാരിക്കുക എന്നുള്ളത്. ഇത്രയൊക്കെ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടും ആ തിന്മയിൽ നിന്നും മാറി നിൽക്കണം എന്ന് അയാൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നരകത്തിനായിട്ട് കുറച്ച് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതിലൊന്ന് ഞാനായിരിക്കും എന്ന് അയാൾ അങ്ങ് വിചാരിക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു വെച്ചത്, നമ്മൾ തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം, നമ്മൾ ഖുർആനിനോടുള്ള എല്ലാ ബാധ്യതകളും നിർവഹിക്കണം എന്നുള്ളതാണ്. നമ്മളെല്ലാ ബാധ്യതയും നിർവഹിക്കണം. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ വിശദമായത് പറഞ്ഞിരുന്നു. ഖുർആനിനോടുള്ള സകല ബാധ്യതകൾ നിർവഹിക്കുമ്പോഴാണ് ഖുർആൻ നമുക്ക് നൽകിയ അനുഭൂതിയും ആസ്വാദനവും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാക്കണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ
ഹൃദയത്തിന്റെ പ്രകാശമാക്കണേ. എന്റെ സങ്കടങ്ങൾ അകറ്റുന്ന, എന്റെ വേദനകൾ അകറ്റുന്ന, എന്റെ ഹൃദയത്തിന്റെ ഒരു പ്രകാശമാക്കി എല്ലാ അർത്ഥത്തിലും ശമനമുള്ള ഒരു ഗ്രന്ഥമായി ഖുർആനിനെ മാറ്റും. ഒരു പ്രയാസം വരുന്ന സമയത്ത് ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ച് ഓതുന്ന സമയത്ത് തന്നെ അയാളുടെ മനസ്സിൽ സമാധാനം കിട്ടും. അയാൾക്ക് ഖുർആനിലേക്കൊന്ന് പോയി ഒന്ന് ഓതണം എന്ന് തോന്നും. ഞങ്ങൾ നമസ്കാരത്തെ ആസ്വാദകരമായി കണ്ടിരുന്നു എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ നമുക്ക് ഖുർആന്റെ പാരായണങ്ങളെ, അതിന്റെ കേൾവിയെ, അതിന്റെ പഠനങ്ങളൊക്കെ വല്ലാത്ത ആസ്വാദനം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഖുർആനിനോട് കാണിക്കേടുന്ന എല്ലാ ബാധ്യതകളും നിർവഹിക്കണം. ഖുർആൻ ദീർഘമായി പാരായണം ചെയ്യണം, ഖുർആൻ നന്നായി കേൾക്കണം, ഖുർആൻ പഠിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. ഇങ്ങനെ എല്ലാ സമയങ്ങളിലും ഖുർആനിനോടുള്ള ബാധ്യതകൾ മുഴുവൻ നിർവഹിക്കുന്ന ഒരു മനുഷ്യർക്ക് മാത്രമാണ് ഖുർആൻ നൽകിയ ഓഫറുകൾ മുഴുവൻ കിട്ടുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനുമായുള്ള ഒരു ബന്ധം കൂട്ടുക, എപ്പോഴും ഖുർആനുമായുള്ള ബന്ധം കൂട്ടുക. ഒഴിവ് സമയങ്ങളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക, ഖുർആൻ ധാരാളമായി കേൾക്കുക, ഖുർആന്റെ പാരായണം നന്നാക്കാനുള്ള ക്ലാസുകൾ കേൾക്കുക. ഖുർആന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിയുന്നിടത്തോളം നമ്മളത് ബൈഹാട്ട് ചെയ്യാൻ ശ്രമിക്കുക, അത് ഹിഫ്ള് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഖുർആന്റെ ഒരു ക്ലാസ്സിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും പങ്കെടുക്കുക. ഒരാഴ്ചയിൽ ഒരു കുറച്ച് സമയമെങ്കിലും, ഒരു 1.5 മണിക്കൂർ സമയമെങ്കിലും ഞാൻ ഒരു ക്ലാസ്സിലെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. ഖുർആനിന്റെ ഒരു പഠിതാവാണ്, ഒരു ശരിയായ പഠിതാവാണ്. അതൊരു സൂറത്ത് മുതൽ അടുത്ത സൂറത്ത് ഇങ്ങനെ എത്തും വരെ അങ്ങനെ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠിതാവാണ്. ഞാൻ ഖുർആനിന്റെ ഖാദിമാണ് എന്ന് മനസ്സിലാകും വിധം അയാൾ അതിന്റെ പഠനങ്ങളിലേക്ക് പൂർണ്ണമായും മാറി നിൽക്കാന്നുള്ളതാണ്. അങ്ങനെ ഖുർആനുമായി എല്ലാ അർത്ഥത്തിലും ബന്ധം കാണിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായും അയാളുടെ ഹൃദയത്തിൽ ഈമാൻ കൊണ്ടു നടക്കാൻ കഴിയും. അയാളുടെ മറ്റ് ആരാധനാ കർമ്മങ്ങളിലൊക്കെ ആ സൂക്ഷ്മതയും ആ തഖ്വയൊക്കെ പാലിക്കാനും കഴിയും. പിന്നെ അയാളുടെ മനസ്സിൽ ഏറ്റവും വലിയ കാര്യം ഖുർആൻ തന്നെ ഇക്കാര്യം. അയാളുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും അയാൾ ഖുർആനെ ഇക്കാര്യം പ്രാപിക്കും കൊടുക്കുക. അതിനേക്കാളും വലുതൊന്നായി അയാൾക്ക് മറ്റൊന്നും തോന്നൂല എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ഉപദേശങ്ങൾ നന്നായി കേൾക്കുക എന്നുള്ളതാണ്. വിശ്വാസികൾക്ക് ഉപദേശങ്ങൾ നന്നായി ഉപകരിക്കുന്നതാണ്. ഉപദേശങ്ങൾ നന്നായി വിശ്വാസികൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദേശിക്കണേ എന്നുള്ളതാണ്. ഉപദേശങ്ങൾ നല്ല കാര്യമാണ്, നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കണം. നമുക്ക് യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. നമ്മുടെ പീസ് റേഡിയോ അത് വലിയ സംവിധാനമാണ്. എല്ലാ സമയത്തും നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോ. അത് നമ്മുടെ മൊബൈലുകളിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഫ്രീ ടൈമുകളിൽ കേൾക്കാം, നമുക്ക് യാത്രകളിൽ കേൾക്കാം, നമുക്ക് ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ കേൾക്കാം. നമുക്ക് നല്ല ക്ലാസ്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവും. ചില ശൈലികൾ ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ശൈലികളുള്ള പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങൾ എടുത്ത് നല്ല തസ്കിയത്ത് കിട്ടുന്ന ക്ലാസ്സുകൾ എടുക്കൊന്ന് കേട്ടു നോക്കുക. നമുക്കറിയാം, റമദാന്റെ തുടക്കത്തിൽ നമ്മൾ റമദാനെ കുറിച്ച് കേട്ടിരുന്നു. റമദാന്റെ കുറെ ശ്രേഷ്ഠതകൾ, അതിന്റെ പവിത്രകളൊക്കെ നമ്മൾ കേട്ടതുകൊണ്ട് അതിന്റെ ആദ്യത്തെ 1-2 ആഴ്ചകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി റമദാനെ നീക്കിയിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ പള്ളിയിൽ എത്ര ആളുണ്ടെന്ന് വെറുതെ ആലോചിച്ചാൽ മതി. ആദ്യത്തെ ദിവസങ്ങളിൽ വന്ന ആളുകൾ നമ്മുടെ പള്ളിയിൽ നിന്നുണ്ടോ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പൊ നമ്മൾ ഒന്നുകൂടി കേട്ടാൽ മതി. ആ റമദാനിന്റെ പവിത്രതയും അതിന്റെ ശ്രേഷ്ഠതയൊക്കെ ഒന്നുകൂടി കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ആ ഒരു പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരും. ഒരാൾ ഉപദേശങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കയറ്റം ഉണ്ടാവുക. അതെല്ലാവരും കേൾക്കണം. ഉപദേശിക്കുന്ന ആളുകൾ ഉപദേശം കേൾക്കണം, മറ്റുള്ള ആളുകളൊക്കെ ഉപദേശം കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ മാത്രമാണ് അയാളുടെ ഈമാൻ നിലനിർത്തി കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കുള്ളൂ. പക്ഷെ കേട്ട കാര്യം തന്നെ കേൾക്കുക, കേട്ട കാര്യം തന്നെയാണ് നമ്മളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുക. പക്ഷേ നമ്മൾ ആ കേൾക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഫ്രഷ് ആവും. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഒന്നുകൂടി ചാർജ് ചെയ്യാൻ തീർച്ചയായും സാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആറാമത്തെ ഒരു കാര്യം, നമുക്ക് നല്ല കൂട്ടുകെട്ട് ഉണ്ടാവുന്നതാണ്. നമ്മുടെ സൗഹൃദ വലയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ, നമ്മൾ ചങ്ങാത്തം കൂടുന്ന മനുഷ്യർ ആർക്കും ഉണ്ടാവില്ല, ഏത് പ്രായത്തിലും എല്ലാവർക്കും ഉണ്ടാവും. അവരുടേതായ ഒരു സൗഹൃദ വലയം ഉണ്ടാവും. ആ സൗഹൃദ വലയം ഒരു നല്ലതായിരിക്കുക. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നിങ്ങൾ വിശ്വാസികളോടല്ലാതെ കൂട്ടുകൂടരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏതെങ്കിലും തമ്മാടി അവന്റെ ആത്മബന്ധുവാണ്, അല്ലെങ്കിൽ അവൻ എന്റെ ആത്മമിത്രമാണ്, അങ്ങനെ ആൾ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരു വിശ്വാസിയാണ് ഒരു വിശ്വാസിയുടെ കൂട്ടാളിയായിരിക്കേണ്ടത്. കാരണം ഒരു സഹോദരന്റെ, അവന്റെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും അവൻ ഉണ്ടായിരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയാളുടെ വൃത്തികേടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമ്മുടെ വൃത്തികൾ അയാളുടെ ജീവിതത്തിലേക്കും പോകും. അപ്പോൾ അതൊരു വലിയ തെറ്റായി മാറും. അതുകൊണ്ട് നല്ല മനുഷ്യരെ മാത്രം കൂട്ടുകൂടുക, നല്ല ആളുകളോടൊപ്പം മാത്രം ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആത്മബന്ധങ്ങളും നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളും ഒക്കെ നമ്മൾ കൂട്ടുകൂടുന്ന ആളുകളൊക്കെ തീർച്ചയായും നല്ല ആളുകളായിരിക്കുക. അതുകൊണ്ട് പീഡിക്കൊലായിലുണ്ട് പോയിരുന്ന് 2
2 മണിക്കൂറിന്റെ സമയം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ പ്രയാസമുള്ള കുറെ ആളുകളുണ്ട്. അത് അവിടെ പോയി ഇരുന്ന് അവരോടൊക്കെ സംസാരിച്ച് അവിടുന്ന് കിട്ടാനുള്ള ആ നെഗറ്റീവായ കാര്യങ്ങൾ മൊത്തം കിട്ടിയാലേ സമാധാനം ആവുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ, നമ്മുടെ ആത്മമിത്രങ്ങളൊക്കെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും നമ്മുടെ നല്ലതിലേക്ക് നയിക്കുന്ന ആളുകളൊക്കെ ആയി മാറുക എന്നത് പ്രധാനപ്പെട്ട കാര്യം. കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കല്യാണം കഴിച്ചവരായിരിക്കും ഈ മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണത്. ഒരു ഭാര്യക്ക് ഭർത്താവ് എപ്പോഴും ഉണ്ടാവും, ഒരു ഭർത്താവിന് ഭാര്യ എപ്പോഴും ഉണ്ടാവും. മരിക്കണവരെ ആരെങ്കിലും ഒരാൾ മരിക്കണവരെ കൂടെ ഉണ്ടാവൂലേ? ആ സമയത്ത് അയാൾക്ക് ഈമാനിക കരുത്തു പകരാൻ ആ ഇണക്ക് പറ്റണ്ടേ? അയാൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളല്ലേ. അങ്ങനെ ഈമാനുള്ള പ്രകടമായ ഭാവത്തിൽ വിശ്വാസമുള്ള ദീനിനെ സൂക്ഷിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 7ാമത്തെ കാര്യം നമ്മൾ ദിക്റുകൾ പതിവാക്കുക എന്നുള്ളത്. ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. നമ്മൾ ദിക്റുകൾ പതിവാക്കുക എന്നുള്ളത്. നമ്മൾ രാവിലെ എണീറ്റത് മുതൽ അൽഹംദുലില്ലാഹി അല്ലദീ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത്. രാവിലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് നമ്മൾ രാത്രി ഉറങ്ങാൻ. അതിന്റെ ഇടയിൽ എത്രയോ ദിക്റുകളിലൂടെ ഒരു വിശ്വാസി കടന്നു പോകുന്നുണ്ട്. ദിക്റുകളില്ലാതെ വിശ്വാസിക്ക് അവന്റെ വിശ്വാസവുമായി ജീവിക്കാൻ കഴിയൂല, അത് ഉറപ്പാണ്. അയാൾ വിശ്വാസം ദിക്ർ ചെല്ലുന്ന ഒരു മനുഷ്യനും ദിക്ർ ചെല്ലാത്ത ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും മരിച്ചുപോയൊരു മനുഷ്യനും എപ്രകാരം വ്യത്യാസമുണ്ടോ അതുപോലെ ഉണ്ടാവും. ദിക്ർ ചെല്ലുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനികളെ ശരിക്കും ജീവിക്കുന്നുള്ളതാണ്. സഹോദരന്മാരെ, ദിക്ർ നൽകുന്ന ഒരു ആത്മബലം, ഒരു ഈമാനിക ബലം, ഒരു ഈമാനിക കരുത്ത് നമുക്ക് മറ്റെവിടുന്ന് കിട്ടും. നമുക്ക് തോന്നുന്നു അതിപ്പോ അത്ര വലിയ സംഭവമാണ്, അത് ഇങ്ങനെ ചൊല്ലിയാൽ അതെന്താ കാര്യങ്ങളൊക്കെ വിചാരിക്കുക. ചെല്ലി ശീലമില്ലാത്ത ഒരാൾക്ക് വിചാരിക്കുക അതിപ്പോ എന്താ വലിയ സംഭവമാണ് നമുക്ക് തോന്നാം. പക്ഷെ ചെല്ലി ശീലമുള്ള ഒരാൾക്ക് മനസ്സിലാവും. അത് ചെല്ലി ശീലമുള്ള ആളുകൾ തീർച്ചയായും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകുമല്ലോ. അതൊരു 3 ആഴ്ച 4 ആഴ്ച അത് മുടങ്ങാതെ ചെല്ലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിടൂല. പിന്നെ അയാൾ ആ ദിക്ർ വിടൂല. അതങ്ങനെ കൊണ്ടു നടക്കും. അത് അയാളെ ജീവിതത്തിന്റെ എപ്പോഴും കൊണ്ടു നടക്കും. രാവിലെ പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന സുബഹി നമസ്കാരം കഴിഞ്ഞ് ചൊല്ലേണ്ടുന്ന ഒരു ദിക്റുകളില്ല, 10-18 ദിക്റുകളുണ്ട്. ആ ദിക്ർ എന്നും ചൊല്ലുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ദിക്ർ വിടൂല. അയാളത് ചൊല്ലി തീർത്തിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ചൊല്ലി തീർക്കാതെ ആ പള്ളിയിൽ നിന്ന് അയാളുടെ പോകില്ല. അതെങ്ങനെങ്കിലൊക്കെ നമുക്ക് പക്ഷെ എല്ലാ ദിക്റും കാണാതെ ഇറങ്ങുന്നില്ല. നമുക്ക് നമ്മുടെ പള്ളികളിലൊക്കെ ബുക്കുകളുണ്ടാവും, കൈ ബുക്കുകളുണ്ടാവും, നമ്മുടെ മൊബൈലുകൾ ദിക്റിന്റെ ആപ്പുകളുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിച്ച് അത് നോക്കിയെങ്കിലും അത് ചൊല്ലി തീർക്കുക എന്നുള്ളത്. അത് ചൊല്ലി തീർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് അവന്റെ ദിക്റുകൾ കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോൾ ആ ദിക്റുകൾ കൊണ്ട് നനയുന്ന നാവുകളായി നമ്മുടെ നാവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം. സഹോദരന്മാരെ, രാവിലെ ചെല്ലേണ്ട ദിക്റാണ് റളിയതു ബില്ലാഹി റബ്ബ وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. ഇത് നമ്മൾ രാവിലെ ചൊല്ലേണ്ട ദിക്റാണ്. രാവിലെ ആരെങ്കിലും 3 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ, വൈകുന്നേരം ഈ 3 തവണ ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ പ്രവാചകൻ പറഞ്ഞു വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അയാൾക്ക് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടായിരിക്കും എന്നാണ് ഒരു ഹദീസിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. നമുക്കറിയാം സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന ദിക്റുണ്ട്. നമ്മളൊക്കെ ചെല്ലുന്ന ആളുകളായിരിക്കും അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ലിക വഅദിക മസ്തഖ എന്ന് തുടങ്ങുന്ന ആ ദിക്ർ ആരെങ്കിലും രാവിലെ ചൊല്ലിയാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൈകുന്നേരത്തിന് മുൻപ് അയാൾ എപ്പോൾ മരിച്ചാലും സ്വർഗ്ഗത്തിലാണ്. രാവിലെ ചൊല്ലിയിട്ട് വൈകുന്നേരമാകും മുൻപ് അയാൾ എപ്പോൾ മരിച്ചാലും സ്വർഗ്ഗത്തിലാണ്. പ്രവാചകൻ പറഞ്ഞു വൈകുന്നേരം ചൊല്ലിയാൽ നേരം വെളുക്കും മുൻപേ അയാൾ എപ്പോൾ മരിച്ചാലും സ്വർഗ്ഗത്തിലാണ്. അത്രയും ശ്രേഷ്ഠതയുള്ള ദിക്റുകളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിക്ർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓരോ ദിക്റുകളെയും പരിശോധിച്ചാൽ മനസ്സിലാകും. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്ർ എന്താണ്? സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഓരോ 33 തവണ ചൊല്ലുന്നു. 100 പൂർത്തീകരിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന 100 പൂർത്തീകരിക്കാൻ വേണ്ടി ഒരാൾ ചൊല്ലി തീർത്താൽ ഉഫിറത്ത് ഖത്വായ,
അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ്. അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കും. പ്രവാചകൻ പറഞ്ഞു അതല്ല, കടലിന്റെ തിരമാലകൾ കണക്കെ പാപങ്ങളുണ്ടോ. നിങ്ങൾ കടലിന്റെ നുരകൾ, കടലിന്റെ തിരമാലകൾ അത്ര പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാലും പൊറുക്കുന്നു, അത്രയും പൊറുക്കുന്ന അത്ര ശ്രേഷ്ഠതയുള്ള ദിക്റുകളാണ്. നമുക്ക് വലിയ സമയമൊന്നും വേണ്ടല്ലോ, ആ ദിക്റ് ചൊല്ലി തീർക്കാൻ വലിയ സമയമുണ്ടോ. അത് ചൊല്ലി ശീലമാകും, ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ദിക്റ് വിടൂല. നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റാണ് ആയത്തുൽ കുർസി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയത്തുൽ കുർസി എല്ലാ നമസ്കാരത്തിന് ശേഷം ഒരാൾ ചെല്ലുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല. മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല. മരിച്ചു കിട്ടണല്ലോ സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ. ആ മരിക്കാതല്ലാതെ മറ്റൊരു തടസ്സവും അയാൾക്ക് മുന്നിലില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ധാരാളം ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ദിക്റുകളെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ധനമായി കൊണ്ടു നടക്കുക. ദിക്റുകൾ ചൊല്ലുന്ന ഒരു വിശ്വാസിക്ക് അയാളുടെ ഈമാനിനെ കൊണ്ടു നടക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മുടെ തഖ്വ പാലിക്കാൻ കഴിയുന്ന മറ്റൊരു കർമ്മം എന്ന് വെച്ചാൽ നമ്മൾ നോമ്പുകാരായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ റമളാൻ മാസത്തിൽ ഉണ്ടാവുന്ന ഒരു ശ്രദ്ധ മറ്റു മാസത്തിൽ ഉണ്ടാവില്ലല്ലോ. നമുക്കറിയാം, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കി ചോദിച്ചാൽ അതിന് ഖുർആൻ പറയുന്ന ഉത്തരം സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്ക് സൂക്ഷ്മത കിട്ടുന്നുണ്ട്. നോമ്പുകാരനായിരിക്കെ ഒരാൾ തെമ്മാടിത്തത്തിലേക്ക് പോകില്ല, ഒരാൾ മറ്റ് ഹറാമുകൾ ചെയ്യാൻ ശ്രമിക്കൂല, അയാൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും റമളാൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കെ. എന്നതുപോലെ റമളാൻ കഴിഞ്ഞാലും നമ്മൾ സുന്നത്തായ നോമ്പുകൾ ധാരാളമുണ്ട്. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, എല്ലാ അറബി മാസവും 13, 14, 15 നോമ്പുകളുണ്ട്. മറ്റ് അനേകം നോമ്പുകൾ നമുക്ക് സുന്നത്തായി, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ പരമാവധി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിച്ചു പോകുന്ന ഒരാൾക്ക് തീർച്ചയായും അയാൾക്ക് സൂക്ഷ്മത കൊണ്ടു നടക്കാൻ സാധിക്കുന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, 9ാമത്തെ കാര്യം, നമ്മൾ മരണം എപ്പോഴും ഓർക്കുക എന്നുള്ളത്. മരിക്കല്ലോ എന്ന് എപ്പോഴും ഓർക്കുക. ആ ഒരു ചിന്തക്ക് മുന്നിൽ നമുക്ക് എല്ലാം പിടിച്ചു നിർത്താൻ പറ്റും. അവിടെ നമ്മൾ സ്തംഭിച്ച് നിൽക്കുക, അവിടെ നമ്മളെല്ലാം സ്റ്റോപ്പ് ആവുക, നമ്മുടെ എല്ലാ ആഗ്രഹം നിൽക്കുക. ഖബർക്കാണ് പോകുമ്പോൾ ഈ രസം ഉണ്ടാവില്ല എന്ന് അപ്പോൾ മനസ്സിൽ കണ്ടുവരും. ഈ കളിയും രസവും ചിരിയൊന്നും ഖബറിലാണ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ 3 കഫം പുടവയിൽ പൊതിഞ്ഞെടുത്ത് നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് അതിന്റെ മീതെ മൂടുകല്ല് വെച്ച് മണ്ണ് വാരി എറിഞ്ഞ് മനുഷ്യൻ തിരിഞ്ഞു പോകുന്ന രംഗത്ത് നമുക്ക് ഈ രസമൊന്നും ഉണ്ടാവില്ല. അന്ന് നമ്മൾ ഒറ്റക്കാണ്, നമ്മളെ കൂടെ ഉണ്ട്. എല്ലാ കളിക്കും രസത്തിലും മറ്റവർക്ക് അത് ഓർക്ക് പ്രശ്നമല്ല, ഇപ്പൊ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കൊത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച മനുഷ്യരുണ്ടാകും. അവരൊന്നും നാളെ ഖബറിലുണ്ടാവില്ല. അവിടെ നമ്മൾ ഒറ്റക്കാണ്. നമ്മൾ ഒറ്റക്ക് ഉത്തരം പറയണം. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങൾ ഒന്നാമതായി എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ ഒറ്റക്കൊറ്റക്ക് നാളെ പരലോകത്തോട് കൊണ്ടുവരണം. ഓരോ മനുഷ്യരോടും ചോദിക്കും, അത് അങ്ങനെ അവൻ പറഞ്ഞിട്ടാണ്, ഇവൻ പറഞ്ഞിട്ടാണ്, അത് ഓൻക്കനുസരിച്ച് എന്നൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഒന്നും റബ്ബിന്റെ മുന്നിൽ ന്യായമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുള്ള ആ പരലോകവും മരണവും ഭയാനകരമായ നരകവും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും ക്ലാസ്സുകളും അത്തരം ഓർമ്മകളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാലത്തോളം നമ്മൾ തെറ്റിലേക്ക് നടന്നു പോകൂല. നമ്മൾ കുറെ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, 10ാമത്തെ കാര്യം, നമ്മൾ ഏത് സമയത്ത് നടക്കുമ്പോഴും ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളാണ് എന്ന് ഓർക്കുക എന്നുള്ളത്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സൊല്ലി സ്വലാത്ത് മുഅദ്ദീൻ എന്ന് റസൂൽ ഉപദേശം കൊടുത്തല്ലോ. നിങ്ങൾ കുറഞ്ഞ വാക്കിൽ ഉപദേശം നബിയെ, കുറഞ്ഞ വാക്കിൽ നബി പറഞ്ഞു സൊല്ലി സ്വലാത്ത് മുഅദ്ദീൻ. ഈ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ നിസ്കാരമാണ് നിസ്കരിക്കണം എന്ന് ആലോചിച്ചാൽ മതി. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് ആലോചിക്കുക എന്നതുപോലെ നമ്മൾ ഏത് കാരണം നമ്മൾ നോമ്പുകാരാവുമ്പോൾ തീർച്ചയായും ഇതെന്റെ അവസാനത്തെ റമളാനാണ് എന്ന് വിചാരിക്കുന്ന റമളാൻ ആയിരിക്കൂല നമ്മളെ പിന്നെ നമ്മൾ ഇത്രയും കാലം ജീവിച്ച റമളാൻ. നമ്മൾ എന്റെ അവസാനത്തെ റമളാനാണ് എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായും അടുത്ത റമളാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലോട്ട് ഉറപ്പിക്കുമ്പോഴല്ലോ ഈ റമളാൻ ശരിക്കും എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് നമുക്ക് മനസ്സിലാവും. പിന്നെ ആരും നമ്മളെ ഉപദേശിക്കേണ്ടി വരില്ല, ആരും നമുക്ക് റൂട്ട് പറഞ്ഞു തരുന്നില്ല. ഇതെന്റെ അവസാനത്തെ റമളാനാണ്, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ ആരാധനാ കർമ്മമാണ്. ഞാൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ പണം എങ്ങനെ ചെലവാക്കണം, എന്റെ സമയം എങ്ങനെ കൊടുക്കണം, എന്റെ ആരോഗ്യം എങ്ങനെ കൊടുക്കണം, എന്റെ ചിന്തകളും എന്റെ ബുദ്ധിയും എങ്ങനെ കൊടുക്കണം, ഞാൻ എന്റെ സമയത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഏത് ആരാധനാ കർമ്മങ്ങളിലേക്ക് നടന്നു പോകുമ്പോഴും ഇതെന്റെ അവസാനത്തെ ആരാധനാ കർമ്മമാണ്, ഇതിന്റെ അവസാനത്തെ നിമിഷമാണ് എന്നൊക്കെ മനസ്സിൽ തോന്നുന്നു. ഈ 10 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചു കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും ഈമാനിനെ കൊണ്ടു നടക്കാൻ
അതിനെ സൂക്ഷിക്കാൻ, ആ ഈമാനിനെ മനസ്സിൽ ഹൃദയത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. സഹോദരന്മാരെ, വിശ്വാസിയല്ലാതെ മരിച്ചുപോയി കഴിഞ്ഞാൽ, വിശ്വാസം ദുർബലപ്പെട്ട് മരിച്ചുപോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് അടക്കം വലിയ പ്രയാസീകരം എന്നോട് മനസ്സിലുണ്ടാകണം. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഈമാൻ കുറഞ്ഞു പോകുക എന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈമാൻ കുറഞ്ഞു പോയി നിൽക്കൂല. അതുപോലെ പറ്റേ കുറഞ്ഞ് തീരെ ഈമാനില്ലാതെ രാവിലെ മുസ്ലിമായ ഒരു മനുഷ്യൻ, രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം കാഫിറാകും, വൈകുന്നേരം മുഅ്മിനായ മനുഷ്യൻ രാവിലെ കാഫിറാകും. അവരൊക്കെ അവരുടെ ദീനിനെ ഐഹിക ലോകങ്ങൾക്ക് വേണ്ടി, കച്ചവടങ്ങൾക്ക് വേണ്ടി, അവർ ദുനിയാവിന് വേണ്ടി കച്ചവടം ചെയ്തവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ഘട്ടങ്ങളിൽ നമ്മൾ പറ്റ ഈമാൻ എന്നാണ് പുറത്തു പോകും. പിന്നെ നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഈ വൃത്തത്തിൽ നിന്നും പാടെ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഈമാൻ എപ്പോഴും അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനാവശ്യമായ വളവും വെള്ളവും ഒക്കെ ചേർത്ത് നമ്മൾ അതിങ്ങനെ കൊണ്ടു നടക്കുക. നമ്മൾ ഈമാൻ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്ക് നമുക്ക് തന്നെ ഒരു അനുഭൂതി കൈവരിക്കാൻ തീർച്ചയായും സാധിക്കുന്നുള്ളതാണ്. അത്രയും ഈമാൻ മനസ്സിൽ കൊണ്ടു നടക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചു പോകുന്ന ധാരാളം തെറ്റുകുറ്റങ്ങളുള്ള അല്ലാഹു എല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ ഈമാനും തഖ്വയും വിശ്വാസവും ഒക്കെ എല്ലാ അർത്ഥത്തിലും കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികളായ ധാരാളം മനുഷ്യരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ധാരാളം മനുഷ്യർ അല്ലാഹു അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ, കൂട്ടുകാർ, അയൽവാസികൾ തുടങ്ങി ഒരുപാട് മനുഷ്യർ ഇന്ന് ഖബറിലാണ്. എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദീനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ അസാതിനാ മിനൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക. السلام عليكم ورحمة الله.